വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റ് അതിൻ്റെ സ്വാധീനം ഹോൾ വേൾഡ് പറന്നു കിടക്കുകയാണ്. അപ്പോൾ ഒരു റീറ്റെയിൽ ബിസിനസ് നടത്തുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ സ്വാധീനത്തിലൂടെ എങ്ങനെ നമുക്ക് കൂടുതൽ ഗ്രോത്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ടൂൾസിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏതൊക്കെ ടൂൾസിലൂടെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഒരു 4 സ്റ്റെപ്പുകൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഉദിച്ചു നിൽക്കുന്ന 3 ഏരിയകളാണ് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. ഈ മാധ്യമത്തിലൂടെ നമ്മുടെ പ്രോഡക്റ്റ് നന്നായി പ്രൊമോട്ട് ചെയ്യാൻ ഒരു റീറ്റെയിലർക്ക് കഴിഞ്ഞിരിക്കണം. ഒരു മാറ്റം ഉയർച്ച അല്ലായിരിക്കാം, പക്ഷേ ഒരു ഉയർച്ച ഒരു മാറ്റമായി കാണണം. ആ മാറ്റത്തിലേക്കുള്ള തുടക്കം ഒരു റീറ്റെയിലർ തുടങ്ങിയിരിക്കണം, അത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏരിയകൾ അദ്ദേഹം ഉറപ്പായിട്ടും കണ്ടെത്തി ഡെവലപ്പ് ചെയ്യണം. ഇന്നത്തെ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു റീറ്റെയിലറും മാറിയേ മതിയാകൂ. ചെറിയ രീതിയിൽ ഫുള്ളായിട്ടല്ലെങ്കിലും പാർഷ്യലായിട്ടെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏരിയകൾ, അതിൻ്റെ സങ്കേതങ്ങൾ ഡെവലപ്പ് ചെയ്യും. അതിനെക്കുറിച്ചിട്ട് മാറ്റങ്ങൾ, നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെറുതായിട്ട് അതിന് തുടക്കം കുറിച്ചേ മതിയാകൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആവശ്യമാണ്. TV അഡ്വർടൈസ്മെൻറ്റിനേക്കാൾ വളരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഏരിയ വളരെയധികം കാര്യക്ഷമതയോടെ കാണുകയും അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഏതൊക്കെ രീതിയിൽ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒരു റീറ്റെയിലർ നടത്തിക്കൊണ്ടേയിരിക്കണം. എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആ 4 പോയിൻറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, കസ്റ്റമർ സർവീസ് നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ഷോപ്പ് ഇരിക്കുന്ന ലോക്കൽ ഏരിയ ഏതുമായിക്കൊള്ളട്ടെ, ആ ഷോപ്പിനെ കുറിച്ചുള്ള നോളജ്, അറിവ്, അവിടെ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെ തരത്തിലുണ്ട്, അതിൻ്റെ അവൈലബിലിറ്റി എങ്ങനെ, ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയം, ക്ലോസ് ചെയ്യുന്ന സമയം, എന്തൊക്കെ ബ്രാൻഡുകൾ അവിടെ ഡീൽ ചെയ്യപ്പെടുന്നു, ഇതിനെക്കുറിച്ചുള്ള നോളജ് ഉറപ്പായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ചെറിയ രീതിയിൽ ഒരു ആഡൊക്കെ റൺ ചെയ്യുന്നത് നന്നായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, വലിയ കമ്പനികൾ തന്നെ പരസ്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്നത്. അവരായിട്ട് കോമ്പറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാം, ഒരു റീറ്റെയിലർക്ക് വിൽക്കാം, അതും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്വാധീനത്തോടെ എങ്ങനെ വിൽക്കാം എന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഫോൺ ഒരാൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും ഓൺലൈനിലൂടെ അതിനുള്ള പോർട്ടുകളുണ്ട്, അതിൻ്റെ പേര് പറയുന്നില്ല. ആ പോർട്ടിലൂടെ അവർക്ക് ഒരു ഫോൺ ബുക്ക് ചെയ്യാം. നമ്മുടെ റീറ്റെയിൽ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ കടന്നു വന്നാൽ ആ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായും കൃത്യമായിട്ടും ഉറപ്പായിട്ടും ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സെയിൽസ്മാന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഓണർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ഒരു മാക്സിമം ലെവൽ സാറ്റിസ്ഫാക്ഷൻ കൊടുത്ത്, സംതൃപ്തി കൊടുത്ത് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വരുന്ന കസ്റ്റമർക്ക് ഒരു ഡെമോ പ്രോഡക്റ്റ്, നമുക്ക് ഒരു സാമ്പിൾ പ്രോഡക്റ്റ് അവർക്കത് കാണാനും അത് തൊടാനും അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കാനും ഉള്ള ക്വാളിറ്റിയോടെ ഒരു റീറ്റെയിലറും ആ സെയിൽസ് പേഴ്സണും നിന്നാൽ ഉറപ്പായിട്ടും അതൊരു മാറ്റത്തിൻ്റെ ചലനം അവിടെ സൃഷ്ടിക്കും. ഉറപ്പായിട്ടും അങ്ങനെയുള്ള റീറ്റെയിൽ ഷോപ്പിലേക്ക്, അങ്ങനെയുള്ള കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുന്ന ഷോപ്പിലേക്ക് 10 രൂപ ഇവിടെ കൂടിയാലും ഇവിടെ വന്നെടുക്കാൻ ആ കസ്റ്റമർ തയ്യാറായിരിക്കും. അത്തരത്തിലൊരു കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കണം. ആ ബിസിനസ് ഗ്രോത്ത് ചെയ്ത് കൊണ്ടുവരേണ്ടത് ആ റീറ്റെയിൽ ഷോപ്പിൻ്റെയും അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ്റെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഈ റീറ്റെയിൽ ബിസിനസ് ഗ്രോത്ത് ചെയ്യാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ? ആദ്യമായിട്ട് പറയാനുള്ള, സാമ്പിള് നമുക്ക് ഉണ്ടായിരിക്കണം നമ്മളെ റീറ്റെയിലറുടെ അടുത്ത്. ആ സാമ്പിളിലൂടെ കസ്റ്റമറെ വാക്കിൻ ചെയ്യിപ്പിക്കാൻ
നമുക്ക് കഴിയണം. കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യണം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ ഇൻസ്റ്റയിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ ഒരു എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ ആ എൻക്വയറി കൺവേർട്ട് ചെയ്ത് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ലെവലിലേക്ക് കസ്റ്റമറെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ റീറ്റെയിൽ ഷോപ്പിലേക്ക്, ആ ഷോറൂമിലേക്ക്, നമ്മുടെ റീറ്റെയിൽ ഷോപ്പ് ഏതാണ്, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതിലേക്ക് വാക്കിൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ കസ്റ്റമർ അവിടെ വരികയും ആ പ്രോഡക്റ്റ് അവരെ നമുക്ക് നേരിട്ട് കാണിക്കാനും പറ്റും, അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ അത് പർച്ചേസിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. ഈ നല്ല സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ, ആഫ്റ്റർ സർവീസ് ബെറ്റർ ആവുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ആ പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് തന്നെ പർച്ചേസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ആ കസ്റ്റമർ ഉറപ്പായിട്ടും വന്നിരിക്കും. അതുപോലെ തന്നെ റീറ്റെയിലർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഡീൽ ചെയ്യുന്ന ബ്രാൻഡുകൾ ഏതൊക്കെയുണ്ട്, പ്രോഡക്റ്റുകൾ ഏതൊക്കെയുണ്ട്. ഒരു ന്യൂ പ്രോഡക്റ്റുകൾ വരികയാണ്, ഒരു കമ്പനി ന്യൂ പ്രോഡക്റ്റായിട്ട് നമ്മെ സമീപിക്കുകയാണെങ്കിൽ അത് നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ മാധ്യമത്തിലൂടെ വിറ്റഴിക്കാം. ഇൻ കേസ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടാൽ അത് വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ടോ, നമുക്ക് കുറേ കോൺടാക്റ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ കയ്യിലൊരു ഡേറ്റ ഉണ്ടാവാം, അത് എടുക്കാൻ പോസിബിലിറ്റി ഉള്ള ആളുകൾ എത്ര പേരുണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സ് എത്ര പേരുണ്ട്, എൻഡ് കൺസ്യൂമർ എത്ര പേരുണ്ട്. അതിൽ നമ്മുടെ ഷോപ്പിൻ്റെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള ആഡ് റൺ ചെയ്യിക്കുക. അങ്ങനെ ആഡ് റൺ ചെയ്യിക്കുന്നതോടൊപ്പം ഒരു സ്പെഷ്യൽ ഓഫർ കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇൻസ്റ്റലേഷൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്യും, ഹോം ഡെലിവറി ചെയ്യും. ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻസ്റ്റലേഷൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്, ഹോം ഡെലിവറി ചെയ്തു തരും. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ആ പ്രോഡക്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റലേഷൻ ഫ്രീ ഹോം ഡെലിവറി. നമുക്ക് ഒരു 5 കിലോമീറ്ററോ 3 കിലോമീറ്ററോ ചുറ്റളവുള്ള ഒരു റീറ്റെയിൽ ഷോപ്പാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റലേഷൻ ചെയ്തു തരുന്നു, ഹോം ഡെലിവറി ചെയ്തു തരുന്നു. ഷോപ്പിലേക്ക് വരാതെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ അവിടെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് കിട്ടും. പല പേയ്മെൻറ്റുകളും നമുക്ക് ഇൻസ്റ്റലേഷനും പ്രോഡക്റ്റും ഡെലിവറി ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് GP ആയിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പേയ്മെൻറ്റ് ഓൺ ഡെലിവറി, പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് വേണം എന്നുള്ള ഒരു കണ്ടീഷൻ കൂടി വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് കൂടിക്കൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഹോം ഡെലിവറി കൊടുക്കുക, ഫ്രീ ഇൻസ്റ്റലേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ഇൻസ്റ്റയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഈ പുതിയ പ്രോഡക്റ്റുകൾ, ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക, സ്കീമുകൾ കൊടുക്കുക. അങ്ങനെ സ്പെഷ്യൽ സ്കീമുകളും ഇതുപോലുള്ള പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യുമ്പോൾ, ഈ സ്കീമുകളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ദൂരേക്ക് പോകണ്ട. നമ്മുടെ ഒരു 3, 4, 5, 6 കിലോമീറ്റർ, അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ താഴെയുള്ള ചുറ്റളവിൽ ഈ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ റീറ്റെയിലർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മാറ്റം വരുത്താൻ സാധിക്കും. നമുക്ക് ഉള്ള റീറ്റെയിൽ ഷോപ്പിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്നൊരു കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ എങ്ങനെ എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏരിയകൾ എനിക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഹോം ഡെലിവറി സംവിധാനം കുറച്ചുകൂടി ശക്തമാക്കിയാൽ, ചെറിയ വാഹനം ഉണ്ടെങ്കിൽ അത് കൊണ്ടു കൊടുക്കാനുള്ള ഒരു സെയിൽസ് സ്റ്റാഫിനെ കൂടി നിർത്തുകയാണെങ്കിൽ നമുക്ക് അതൊരു ഗ്രോത്തിലേക്ക് ഒരു മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കാൻ പറ്റണം. ആ രീതിയിൽ ഹോം ഡെലിവറി വരുമ്പോഴുള്ളൊരു കാര്യം പറയട്ടെ, എന്ത് പ്രോഡക്റ്റ് ആയാലും അടുത്തൊരു റീറ്റെയിലർ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അന്ന് തന്നെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. 1-2 മണിക്കൂറിനുള്ളിൽ ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ടെലിഫോൺ ചെയ്ത് ചോദിക്കാം. ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 5 ദിവസമോ 8 ദിവസമോ സമയമെടുക്കും ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരാൻ. അപ്പോൾ 5 രൂപ 10 രൂപ അല്ലെങ്കിൽ 50 രൂപ ഒരു വ്യത്യാസം നോക്കില്ല. കാരണം കസ്റ്റമർ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമർ സപ്പോർട്ട്, ആ ആഫ്റ്റർ സർവീസ്, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കസ്റ്റമറുടെ ജനറേഷനാണ് നമ്മൾ കാണുന്നത്. കസ്റ്റമർ സപ്പോർട്ട് ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു റീറ്റെയിലർക്ക് അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ആ രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷണാത്മകമായ ഒരു മനസ്സോടെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏരിയകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. ഹോം ഡെലിവറി സംവിധാനം ശക്തിപ്പെടുത്തുകയാണെങ്കിൽ അതുവഴി ഒരു 10 അതർ കസ്റ്റമേഴ്സിനെ നമുക്ക് ഉറപ്പായിട്ടും കണ്ടെത്താൻ സാധിക്കും. അവർ വഴി മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നല്ലൊരു റീറ്റെയിലറാണ് നമ്മുടെ ജംഗ്ഷനിൽ ഉള്ള ആൾ, വീട്ടിലെത്തിച്ചേരുന്നു, ഫ്രീ ഇൻസ്റ്റലേഷനാണ്, പേയ്മെൻറ്റ് അപ്പം കൊടുത്താൽ എന്താ, ഓൺലൈനിൽ ബുക്ക് ചെയ്താലും പേയ്മെൻറ്റ് അപ്പം നമുക്ക് കൊടുക്കേണ്ടി വരും. ബുക്ക് ചെയ്ത് ആ നിമിഷം തന്നെ പ്രോഡക്റ്റ് എത്തിച്ചു തരുന്നു.
1 മണിക്കൂർ കൊണ്ട് പ്രോഡക്റ്റ് അയാളുടെ സ്റ്റാഫ് നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരുന്നു. ആ സംവിധാനം വന്ന ശേഷം പേയ്മെൻറ്റ് കൊടുത്താലും മതി. പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ പേയ്മെൻറ്റ് വേണം എന്നുള്ള കാര്യം വ്യക്തമായും കൃത്യമായും പറഞ്ഞിരിക്കണം. ഇൻസ്റ്റയിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾ കാണുന്ന കസ്റ്റമർ അവിടെ ഓൾറെഡി വന്നുകൊണ്ട് ഇരിക്കുന്ന കസ്റ്റമർ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള 6 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പുതിയ കസ്റ്റമറും ആകാം. അങ്ങനെ ഒരു പുതിയ കസ്റ്റമർ ആകുമ്പോൾ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പേയ്മെൻറ്റ് ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ പേയ്മെൻറ്റ് വേണം. ഇൻസ്റ്റലേഷൻ ഫ്രീ ആണ്. ഹോം ഡെലിവറി 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തിക്കും. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് നമ്മൾ ആ ഏരിയ ശരിക്കും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് ഡെവലപ്പ് ചെയ്താൽ നിങ്ങളുടെ സെയിൽസ് ഗ്രോത്തിനെ വളരെ അധികം അത് പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് നയിക്കാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് ഏത് ടാർഗറ്റഡ് പീപ്പിളിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് ഏത് തരം ടാർഗറ്റാണ് ഉൾക്കൊള്ളുന്നത്. ഒരു ന്യൂജൻ പ്രോഡക്റ്റ് ആണെങ്കിൽ അത് എളുപ്പത്തിൽ ഇൻസ്റ്റയിലൂടെ പോസ്റ്റ് ചെയ്താൽ അത് നന്നായിരിക്കും. നമ്മുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ റീറ്റെയിൽ മാർക്കറ്റ് എന്നുള്ള സിസ്റ്റം, ഒരു കസ്റ്റമർ വരുന്നു, കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നു, പേയ്മെൻറ്റ് തരുന്നു. ഈ ഒരു സിസ്റ്റത്തിൽ നിന്നും സോഷ്യൽ മീഡിയ മാർക്കറ്റിലൂടെ വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ എനിക്ക് കൂടുതൽ സെയിൽ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് വളരെ ഗഹനമായി ചിന്തിച്ച് ആ രീതിയിൽ ഒരു മാറ്റത്തിന് വേണ്ടി എൻ്റെ ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ എങ്ങനെയൊക്കെ ഗ്രോത്ത് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് എക്സ്പേർട്ടായ ഒരാൾ ആവശ്യമുണ്ടെങ്കിൽ അത് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു റീറ്റെയിലർ തയ്യാറാകണം. ഇതിനെക്കുറിച്ച് ഏറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് നമ്മൾ സ്വയം പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒരു റീറ്റെയിലർ ചെയ്യേണ്ട കാര്യം. ആരെയും കൂടുതലായി ആശ്രയിക്കാൻ നിൽക്കുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തന്നെ ഓരോന്ന് പഠിക്കാൻ തയ്യാറാവണം. പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ അത് നമ്മുടെ ഒരു കലിബറായിട്ട്, നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റും. ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. ഡിജിറ്റൽ മാർക്കറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചുള്ള നോളജ് നമുക്കുണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അത് പഠിക്കാൻ തയ്യാറാവണം. ഡിജിറ്റൽ മാർക്കറ്റ് എന്നൊരു എയിം കൂടി നമുക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യപ്പെടാവുന്നതാണ്. ഒരു 100 നമ്പർ പ്രോഡക്റ്റ് എടുക്കുന്നതിന് പകരം ഒരു 500 നമ്പർ ആവശ്യപ്പെടാം. അപ്പോൾ എന്തുമാത്രം ഡിസ്കൗണ്ട് നമുക്ക് കൂടുതൽ കിട്ടും. ആ ഡിസ്കൗണ്ട് കൂടുതൽ വാങ്ങിച്ച് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ഡീൽ ചെയ്യാൻ പറ്റണം. കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ പ്രോഡക്റ്റ് വിൽക്കുന്ന പോർട്ടലുകളായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ആ രീതിയിൽ നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നമുക്ക് നന്നായിട്ട് ഈ പ്രോഡക്റ്റ് വിൽക്കാനും സാധിക്കും. നമ്മുടെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ കയറി വന്നാൽ എല്ലാ പ്രോഡക്റ്റും കൊടുക്കാനുണ്ടാകണം. എപ്പോഴും പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നമ്മുടെ റീറ്റെയിൽ ഷോപ്പിൽ എപ്പോഴും പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം. കസ്റ്റമർ ചോദിച്ചു വരുന്ന പ്രോഡക്റ്റ് എപ്പോഴും കൊടുക്കാൻ പറ്റണം. അത് കാരണം ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഏരിയകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ എൻക്വയറീസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ എൻക്വയറീസ് കൂടുതൽ വരാനുള്ള പോസിബിലിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെ ബ്രാൻഡുകളാണ് അത് നമ്മൾ തരംതിരിച്ച് മാറ്റി വയ്ക്കുകയും അത് കൂടുതൽ പർച്ചേസ് ചെയ്ത് വയ്ക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ കൂടുതൽ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച് അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യണം. ആ രീതിയിലേക്ക് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ സങ്കേതങ്ങൾ കുറച്ചുകൂടി ശക്തമായിട്ട് ഉപയോഗിച്ച് തന്നെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഒരു ചേഞ്ച് നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ വരുത്തണം. നമ്മളെപ്പോലെ സെയിം പ്രോഡക്റ്റ് ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ ലഭ്യമാകുന്ന ഈ സാഹചര്യത്തിൽ അവരായിട്ട് കിടപിടിച്ച് നിൽക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. നമ്മുടെ നിലനിൽപ്പിൻ്റെ ഈ ആവശ്യം നമ്മൾ മുൻകൂട്ടി കാണുകയും ഇതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം. അങ്ങനെയുള്ള നല്ല മാറ്റങ്ങളിലൂടെ നമ്മുടെ ബിസിനസ് പടിപടിയായിട്ടുള്ള സ്റ്റെപ്പുകൾ കയറി നമുക്ക് ഉയർന്ന് നിൽക്കാൻ ഒരു റീറ്റെയിലർക്ക് സാധിക്കണം. ഒരു റീറ്റെയിലർ കസേരയിൽ ഇരിക്കാൻ മാത്രമല്ല, എഴുന്നേറ്റ് നിന്ന് ഓൺലൈൻ മാർക്കറ്റുകാരുമായിട്ട് പടവെട്ടി
ഒരു ഹോം ഡെലിവറി സംവിധാനമൊക്കെ ആരംഭിച്ചിട്ട് കൂടുതൽ ഗ്രോത്ത് ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ളവരുടെ ആവശ്യമാണ്. അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കും ഈ റീറ്റെയിൽ ഷോപ്പിനെ കുറിച്ച്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും അത് നിരന്തരം എല്ലാവരും ഷെയർ ചെയ്യപ്പെടുകയും ആ ഷോപ്പുകളെ കുറിച്ചുള്ള നോളജ്, അവിടെ ഉള്ള പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള നോളജ് എപ്പോൾ വേണമെങ്കിലും കസ്റ്റമറിന് കിട്ടുകയും ആ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വീട്ടിലിരുന്നു കൊണ്ട് ബുക്ക് ചെയ്ത് നെക്സ്റ്റ് മോർണിംഗ് രാവിലെ തന്നെ എനിക്ക് പ്രോഡക്റ്റ് വേണം എന്ന് ആവശ്യപ്പെടുകയും എൻ്റെ ഇൻസ്റ്റലേഷൻ നാളെ രാവിലെ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് സ്റ്റാഫുകളെ അറേഞ്ച് ചെയ്ത് ആ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തേക്ക് ഒരു റീറ്റെയിലർ ഉറപ്പായിട്ടും വളരണം. അത് വളർന്നുകൊണ്ടിരിക്കുന്ന പലരുടെയും മുഖങ്ങൾ മുന്നിലുണ്ട്. റീറ്റെയിലറിൻ്റെ നെക്സ്റ്റ് ഒരു അധ്യായത്തിലേക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.